താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരു വിധത്തിൽ ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതുമ്പോൾ, ഒരു വഴി തുറന്നു കിട്ടി, അതിലൊന്ന് സന്തോഷിക്കുവാൻ തുടങ്ങുമ്പോൾ, ഒരു ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നു. അയ്യോ, അതറിയുമ്പോൾ പെട്ടെന്ന് എതിരെ കടന്നു വരുന്ന, അതെ, അതിനെതിരായി കടന്നു വരുന്ന ദുഷ്ട മനുഷ്യർ അല്ലേ. ഓ, എന്തൊരു സന്തോഷമായിരുന്നു. ജോലി ഉറപ്പായി. ഇനി കണ്ണുനീര്, നിരാശ, വേദനയൊക്കെ തീർന്നു. ഇനി പലരുടെ മുമ്പിലൊന്ന് നിവർന്ന് നിൽക്കണം. സന്തോഷിച്ച് തുടങ്ങിയതാ. പക്ഷെ എന്തായി? അതേ നിൽപ്പാ. ജോലി കിട്ടിയോ? ഇല്ല. ആ സന്തോഷത്തോടെ ഇന്ന ദിവസം ഞാൻ വിളിക്കാൻ വരും കേട്ടോ, മോളുടെ കല്യാണം, മോൻ്റെ കല്യാണം പറഞ്ഞിട്ട് പോന്നതാ. ഇന്നും അത് തന്നെ നടന്നില്ല, മുടങ്ങിപ്പോയി. അടുത്ത ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാവും. എനിക്ക് പ്രൊമോഷൻ കിട്ടും, ശമ്പള വർധനവ്, കുറേ കടമൊക്കെ ഒന്ന് ഒതുക്കി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി സ്വസ്ഥമാകാം. എവിടെ? ആ ലിസ്റ്റും കഴിഞ്ഞു, അടുത്ത് വേറെ ലിസ്റ്റും വന്നു. പേരുണ്ടോ? ഇല്ല. ഇതോടെ എൻ്റെ ഭർത്താവ് ഇനി ഞാൻ സന്തോഷമായി ജീവിക്കും, അല്ലേ സഹോദരി? എന്നിട്ട് സന്തോഷം വരുമെന്ന് വിചാരിച്ചു, ദുഃഖം അല്ലേ. ശത്രുവായ ദുഷ്ട മനുഷ്യർ എതിരായി നിൽക്കുന്നു. ആ തുറന്നു കിട്ടിയ വഴികളെ അടച്ചു കളയുന്നു, ഉയർച്ചയ്ക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്നു. അങ്ങനെയുള്ള ദുഷ്ട മനുഷ്യർ, അവർ കാഴ്ചയ്ക്ക് മനുഷ്യരെ പോലെയാണെങ്കിലും അവരുടെ പ്രവൃത്തി അമാനുഷികമാണ്. അമാനുഷിക ശക്തികൾ അവർക്കുള്ളതുപോലെ നമ്മുടെ ബലഹീനതയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലേ, എതിർത്ത് നിൽക്കുവാനേ കഴിയുന്നില്ല. അവരുടെ ദുഷ്ടത, അവരുടെ ഹൃദയകാഠിന്യം, അങ്ങനെയുള്ള മനുഷ്യരോട് എതിർത്ത് നിൽക്കുവാനും അവരെ ജയിക്കുവാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന വചനവും ആ വചനം വെച്ചുള്ള പ്രാർത്ഥനയും. ഒരിക്കലൊരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിച്ചു. അപ്പോൾ ആ സഹോദരിയുടെ പ്രാർത്ഥന വിഷയം ഇതാണ്: തൻ്റെ മകൾ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, ഒത്തിരി വിവാഹാലോചനകൾ വരുന്നു. എന്നാൽ ഉറപ്പിക്കലിൻ്റെ അടുത്തെത്തുമ്പോൾ ആ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു. ആ സഹോദരിക്ക് വല്ലാത്ത വിഷമമായി. കാരണം മകളുടെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ സഹോദരിയുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു മറ്റൊരു സ്ത്രീയോടൊപ്പം പാർക്കാൻ പോയി. അതിന് പിന്നാലെ നടക്കുവാനോ യുദ്ധം ചെയ്യുവാനോ ബഹളം വയ്ക്കുവാനോ വഴക്കുണ്ടാക്കുവാനോ തയ്യാറാകാതെ തൻ്റെ വാർദ്ധക്യത്തിലെത്തിയ മാതാവിൻ്റെ ഭവനത്തിൽ ഒരു ചെറിയ വീട്, അവിടെ കടന്നു വന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് പലരുടെയും മുമ്പിൽ കൈനീട്ടി ആ മകളെ നല്ലതുപോലെ പഠിപ്പിച്ചു. ഇനി അവൾക്കൊരു വിവാഹം ഉണ്ടാകണം. ഞാൻ അനുഭവിച്ച കഷ്ടത അവൾ അനുഭവിക്കത്തില്ല. അവളുടെ ജീവിതം സെറ്റിലാകണം. അത് കണ്ടിട്ട് ഒന്ന് കണ്ണടച്ചാൽ മതി. ആ സഹോദരി വേദനയോടെ പറഞ്ഞതാ. പക്ഷേ വരുന്ന വിവാഹമൊക്കെ മുടങ്ങിപ്പോകുന്നു. വലിയ സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിവാഹം മുടങ്ങിപ്പോകുവാനുള്ള കാരണം ആ സഹോദരി അറിയുകയാണ്. ആ സഹോദരിയുടെ വീട്ടിലേക്കുള്ള വഴി തിരിയുന്നത് ഒരു മെയിൻ റോഡിൻ്റെ അവിടെ നിന്നാണ്. വാഹനം പോകും, ഒരു പഴയ വീട്. ആ വീട്ടിലേക്കുള്ള വഴി തിരിയുന്നതിനടുത്ത് ഒരു കടയുണ്ട്. ആർക്ക്? ഈ സഹോദരിയുടേതുൾപ്പെടെ ആ സഹോദരി താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തേക്കുള്ള വീടുകളിലേക്ക് പോകണമെങ്കിലും വഴി ചോദിക്കുന്നത് ഈ കടയിലുള്ള മനുഷ്യനോടാണ്. അപ്പോൾ മനസ്സിലായല്ലോ കല്യാണം മുടങ്ങുന്ന കാരണം. അങ്ങനെ ആ കല്യാണം മുടക്കിയുടെ കഠിനതയിൽ മനംനൊന്ത് പലരെയും കൊണ്ട് ആ മനുഷ്യനോട് സംസാരിപ്പിക്കുന്നു. പലരും ആ വിഷയത്തിന് വേണ്ടി ഇടപെടുന്നു. എന്തിനാ ഇങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച്, ആ കുഞ്ഞിനെക്കുറിച്ച് വിവാഹാലോചനയുമായി വരുന്നവരോട് അപവാദങ്ങൾ പറയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എനിക്കെന്ത് കാര്യം അവളെക്കുറിച്ച് പറയാൻ, അവൾ ആരാ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ അവരോടൊക്കെ ദേഷ്യപ്പെടുവാൻ തുടങ്ങി. ആരെക്കൊണ്ടും ആ സഹോദരിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. അവൻ കാഴ്ചയ്ക്ക് മനുഷ്യനാ, പക്ഷേ അവൻ ദുഷ്ടത കൈമുതലായുള്ള മനുഷ്യൻ. ആർക്കും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത, തൻ്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അമാനുഷികമായ ശക്തികളുള്ള ഒരു മനുഷ്യൻ. ആ സഹോദരി വല്ലാതെ വേദനപ്പെട്ടായിരിക്കുന്നു. മറ്റൊരു വിവാഹം കൂടെ തൻ്റെ മകൾക്ക് വേണ്ടി കടന്നു വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം. നടന്നാൽ അനുഗ്രഹമാണ്. കാരണം തൻ്റെ മകൾക്ക് വിദേശത്ത് സെറ്റിലാകുവാൻ കഴിയും. ആ സഹോദരി സന്തോഷിക്കേണ്ടതിന് പകരം വിഷമിച്ചിരിക്കുന്നു. കാരണം ഈ വിവാഹവും ആ ദുഷ്ട മനുഷ്യൻ മുടക്കും. അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുമ്പോൾ ആ സഹോദരി ജോലിക്ക് പോകുന്ന ഭവനത്തിലെ ഒരു മാതാവ്, ചില വർഷങ്ങളായി തന്നെ പ്രൈസർ ഫാമിലിയിലെ ഒരു അംഗമായിരിക്കുന്ന ആ അമ്മ ഈ സഹോദരിക്ക് നമ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദൈവദാസനോട് നീ വിളിച്ച് പറയും, അവർ പ്രാർത്ഥിക്കും.
നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് പ്രവർത്തിക്കും. നിൻ്റെ മകളുടെ ഈ വിവാഹം മുടങ്ങത്തില്ല, ഇത് നല്ലതുപോലെ നടക്കും. ആ സഹോദരി വളരെ പ്രതീക്ഷയോടെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുവാൻ ഇടയായി തൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നിങ്ങൾ വിഷമിക്കേണ്ട, പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ആ ഉയർച്ചയുടെ അനുഭവം അവൾക്കുള്ളതാണെങ്കിൽ, ആ വാഗ്ദത്തം അവൾക്കുള്ളതാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ നിരാശയുടെയും മറുപടിയായുള്ളത് ഈ വിവാഹമാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ദുഷ്ട മനുഷ്യനും അവൻ്റെ ഒരു ശക്തിക്കും കഴിയത്തേയില്ല. അവൻ്റെ വാഗ്വൈഭവത്തിന് ആ വിവാഹം മുടക്കുവാൻ കഴിയത്തേയില്ല. ആ സഹോദരി ചോദിച്ചു, ദൈവദാസനെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ആ സഹോദരിയോട് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു വചനം തന്നു. ഒപ്പം എന്നോട് ആ സഹോദരിയോട് പറയുവാൻ പറഞ്ഞു, ഈ വചനം വെച്ച് അവളോട് പ്രാർത്ഥിക്കുവാൻ പറയുക. വചനം ഇതാണ്. ആ സഹോദരി പ്രാർത്ഥിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്ന അതെ ആ വചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഈ വചനവും ഒപ്പം പ്രിയ സഹോദരിക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ അതിനോടൊപ്പം ഒരു പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രാർത്ഥന ഇതാണ്: ദാവീദിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി എതിരെ വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും അവനോടൊപ്പമുള്ള ജനത്തോടും യുദ്ധം ചെയ്ത് ദാവീദിനെ തൻ്റെ രാജ്യത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, എൻ്റെ മകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, അനുഗ്രഹിക്കപ്പെട്ട അവളുടെ ഭാവിക്ക് വിരോധമായി, അവളുടെ വിവാഹത്തിന് വിരോധമായി എഴുന്നുവരുന്ന ക്രൂരനായ ദുഷ്ടനായ ആ വ്യക്തിയോട് അങ്ങ് യുദ്ധം ചെയ്ത് എൻ്റെ മകളെ ആ വാഗ്ദത്തത്തിലേക്ക്, ആ ഉയർച്ചയിലേക്ക് അങ്ങ് കൊണ്ടുചെന്നെത്തിക്കണമേ. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി ഇങ്ങനെ ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. ആ സഹോദരി സന്തോഷത്തോടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ആ സഹോദരി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതെ, വളരെ സമയം പോകുന്നിടത്തും നിൽക്കുന്നിടത്തും നടക്കുന്നിടത്തും ഒക്കെ ആ സഹോദരി പിന്നീട് പറഞ്ഞപ്പോൾ പറഞ്ഞതിങ്ങനെയാണ്, ദൈവദാസനെ അത് തന്നെയായിരുന്നു എൻ്റെ ഉള്ളം മുഴുവനും. ഞാൻ ഉറങ്ങുമ്പോൾ പോലും ആ പ്രാർത്ഥനയായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ സഹോദരി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഫലമെന്താ? ആ ദുഷ്ടമനുഷ്യൻ ആശുപത്രിയിലും ആ സഹോദരിയുടെ മകൾ വിദേശത്തും എത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരേ, ആ ഉയർച്ചയ്ക്ക്, ആ സന്തോഷത്തിന്, ആ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി നിങ്ങൾക്ക് എതിർക്കുവാൻ കഴിയാതെ അമാനുഷികമായ ശക്തികളോടെ, ക്രൗര്യതയോടെ, ക്രൂരതയോടെ, മനസാക്ഷിയില്ലാതെ അതെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ദുഷ്ട മനുഷ്യരെ ജയിക്കുവാൻ ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ സഹോദര? ആ ജോലി സ്ഥലത്ത് നീ ആഗ്രഹിക്കുന്ന ഉയർച്ച പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. കാരണം നിനക്ക് വിരോധമായി എഴുന്നു നിൽക്കുന്ന ചില ദുഷ്ട മനുഷ്യർ. എന്തുകൊണ്ടാണ് അവരെ ദുഷ്ട മനുഷ്യരെന്ന് പറയുന്നത്? ഒരു കാരണവുമില്ല. നിനക്ക് വിരോധമായി നിൽക്കുവാൻ ഒരു കാരണവുമില്ല. നിനക്ക് അവിടെ പ്രൊമോഷൻ കിട്ടിയാൽ, നിനക്ക് ശമ്പള വർധന ഉണ്ടായാൽ അവർക്ക് ഒരു ദോഷവും വരത്തില്ല. എങ്കിലും അവരുടെ കഠിന മനസ്സ്, മനുഷ്യത്വമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത, അത് തന്നെ അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നീ ആ ഉയർച്ച പ്രാപിക്കുവാൻ പോകുക. ഓ സ്തോത്രം. ഒരു കാര്യം കൂടെ പറയട്ടെ. ആ ഉയർച്ചയ്ക്ക് വിരോധമായി അവരവിടെ നിൽക്കുമ്പോൾ അത് സാധ്യമല്ല എങ്കിൽ അവരെ മാറ്റി നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാ. നിന്നെ മാറ്റുവാൻ നോക്കുന്നവരെ മാറ്റി നിന്റെ ഉയർച്ച ഉറപ്പിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ശക്തിയുണ്ട്. നോക്കൂ, ദാവീദ് കാനന മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവം അവനെ അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ വിളിച്ചു വരുത്തി അവൻ്റെ തലമേൽ തൈലക്കൊമ്പിൽ നിന്ന് ശമൂവേൽ പ്രവാചകനിലൂടെ തൈലം പകർന്ന് അഭിഷേകം ചെയ്യിപ്പിച്ചു ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തിലേക്ക്. ആ രാജസ്ഥാനത്തിലേക്കുള്ള യാത്രാ മധ്യത്തിൽ ആ ഉയർച്ചയ്ക്ക് എതിരെയാണ് ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് മാറുന്നതിന് വിരോധമായാണ് ഗോലിയാത്തും തനിക്കൊപ്പമുള്ള ജനവും കടന്നു വരുന്നത്. ഗോലിയാത്ത് രാക്ഷസ തുല്യനാണ്, അമാനുഷികമായ ശക്തികളുള്ളവനാണ്, കഠിന മനുഷ്യനാണ്, ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നവനാണ്. അവനോട് എതിർത്ത് നിൽക്കുവാൻ തോൾ വലിപ്പമില്ലാത്ത, പടച്ചട്ട അണിയുവാൻ കഴിയാത്ത, യുദ്ധത്തിനുള്ള വാളെടുക്കുവാൻ കഴിയാത്ത ദാവീദിന് കഴിയത്തില്ല. വചനം പറയുന്നു, അവൻ തോട്ടിലെ കല്ലും കൊണ്ടാ പോയത്. ഓ, കഴിയത്തില്ല, എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം അവർക്ക് പിടിപാടുണ്ട്, അവർക്ക് ആൾബലമുണ്ട്, സ്വാധീനമുണ്ട്. അവർ പറയുന്നതേ എല്ലാവരും കേൾക്കത്തുള്ളൂ, അല്ലേ? അവർ പറയുന്നതേ എല്ലാവരും കേൾക്കത്തുള്ളൂ. ആ കല്ലും കൊണ്ട്, ആ കല്ലായി പ്രാർത്ഥന. ആമേൻ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ദാവീദ് കല്ലിലല്ല ആശ്രയം വെച്ചത്,
തൊട്ട് മുകളിലേക്ക് വായിച്ചാൽ കാണുവാൻ കഴിയും. അവൻ യഹോവയുടെ നാമത്തിൽ, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന നിന്ദയുണ്ടല്ലോ, നിന്നെ ഉപദ്രവിക്കുന്ന ഉപദ്രവം ഉണ്ടല്ലോ, അത് നിനക്ക് വിരോധമായല്ല, ദൈവത്തിന് വിരോധമായ. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, ആ തൊഴിലിടത്തിൽ നീ കേൾക്കുന്ന ഓരോ പരിഹാസവാക്കുകളും, ഓരോ കുത്തുവാക്കുകളും, ഓരോ ഉപദ്രവവും അത് നിന്നോടുള്ളതല്ല, ദൈവത്തോടുള്ളതാ. നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യെസ്, യേശുവിൻ നാമത്തിൽ. ദാവീദിന് വേണ്ടി ദൈവം ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുക. അതാ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അല്ലേ? വേണമെങ്കിൽ ഒരിക്കൽ കൂടി വായിച്ചു തരാം. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. ഇല്ല, കയ്യിലില്ല, വാളുമില്ല, കുന്തവുമില്ല, ഒരു കല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്നുമില്ല. എതിർത്ത് നിൽക്കുവാനുള്ള ആരോഗ്യവുമില്ല, അതിനുള്ള ആത്മബലവുമില്ല, അതിനുള്ള കഴിവുമില്ല, പ്രാപ്തിയുമില്ല. അയ്യോ അല്ലേ? യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ട് അതേ ഉള്ളൂ രക്ഷ. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്ന. പിന്നെ എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. ശത്രുക്കളെല്ലാം, നിങ്ങളുടെ ശത്രുക്കൾ അറിയും. നിന്റെ കൈക്കരുത്ത് കൊണ്ടല്ല അവർ പരാജയപ്പെടുവാൻ പോകുന്നത്. നിന്റെ വായിൽ നിന്ന് വരുന്ന ആ പഴുത്തതും ചീഞ്ഞതും കേട്ടിട്ടല്ല അവർ യുദ്ധം തോൽക്കുവാൻ പോകുന്നത്. പിന്നെയോ യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധവീരനായ സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതേ പ്രിയരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കാരണം അവർ, അതേന്നേ, ആ ജോലി സ്ഥലത്ത് അവർ നിനക്ക് വിരോധമായല്ല, നിന്റെ ദൈവത്തിന് വിരോധമായ യുദ്ധം പ്രഖ്യാപിക്കുന്നേ. അവർ എതിർക്കുന്നത് നിന്നോടാ, പക്ഷേ ഫലത്തിൽ ആ എതിർപ്പ് അവരെ ദൈവത്തോട് എതിർക്കുന്നവരാക്കി മാറ്റുന്നു, ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവരാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ദാവീദിന് വേണ്ടി മല്ലനായ ഗോലിയാത്തിനെയും ഒപ്പമുള്ള ജനത്തിനെയും ദൈവം യുദ്ധം ചെയ്തു, തകർത്തു. ജയം ദാവീദിന് നൽകിയെങ്കിൽ, തൻ്റെ വാഗ്ദത്തത്തിലേക്ക്, തൻ്റെ സിംഹാസനത്തിലേക്ക് തന്നെ എടുത്തുയർത്തിയെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് യുദ്ധം ചെയ്യുവാൻ പോകുക. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഈ പ്രാർത്ഥന നിങ്ങൾ മനഃപ്പാടമാക്കുക. എന്നിട്ട് നിങ്ങൾ പോകുന്നിടത്തൊക്കെ, നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്ത് നിങ്ങളുടെ ശത്രുവിന് മുമ്പിലായിരിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഈ പ്രാർത്ഥന തന്നെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ റെഡിയാണോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. ദൈവമേ, ദാവീദിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്ത് വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും അവനോടൊപ്പമുള്ള ജനത്തോടും യുദ്ധം ചെയ്ത് ദാവീദിനെ തൻ്റെ വാഗ്ദത്തത്തിലേക്ക് ഉയർത്തിയ കർത്താവേ. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ദൈവമേ, ദാവീദിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്ത് വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോടും യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജത്വത്തിലേക്ക് എടുത്തുയർത്തിയ കർത്താവേ. ഞാനായിരിക്കുന്ന ഈ ജോലി സ്ഥലത്ത് എൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, എൻ്റെ നിലനിൽപ്പിന് വിരോധമായി എനിക്ക് എതിരെ വരുന്ന ശക്തനായ, ക്രൂരനായ, കണ്ണിൽ ചോരയില്ലാത്ത ഈ ശത്രുവിനോട് യുദ്ധം ചെയ്ത് എന്നെ എൻ്റെ വാഗ്ദത്തത്തിലേക്ക് ഉയർത്തണമേ. പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക സഹോദരി. ശത്രുവിനോട് എൻ്റെ കർത്താവ് യുദ്ധം ചെയ്യുവാൻ പോകുക. നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി, നീ ജോലിക്കാരനായി അവിടെ തുടരുന്നതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിനോട് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, അതെ, ആ ശത്രുവിന് മധ്യത്തിൽ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആ ഉയർച്ച നീ അനുഭവിക്കും. ആ ശത്രു അവിടെ കാണുമോ കാണത്തില്ലേ എനിക്കറിയത്തില്ല. ആ ഉയർച്ച നിനക്കുള്ളതാണ്. ഒരുപക്ഷെ നീ പറയും, ഇവൻ ഉള്ളിടത്തോളം, ഇവൾ ഉള്ളിടത്തോളം എനിക്ക് ഇവിടെ ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല, എനിക്കിവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, എനിക്ക് ആ ജോലി കിട്ടത്തില്ല, എനിക്ക് ജോലിക്കാരനായി മാറുവാൻ കഴിയത്തില്ല. അല്ലേ മാതാവേ, പിതാവേ, മക്കളെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ വഴികളടച്ച് ഒതുക്കിക്കൂട്ടിയിരിക്കുക. പഠിത്തം കഴിഞ്ഞ മക്കളാ, ജോലി കിട്ടുന്നില്ല. ജോലിക്ക് വിരോധമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എഴുന്നു വരുന്ന ദുഷ്ടമനുഷ്യർ, അവരുടെ ആയുധം പലപ്പോഴും അമാനുഷികമായതാണ്. അതേ, മന്ത്രവാദമാണ്, ആഭിചാരമാണ്, ക്ഷുദ്രപ്രയോഗങ്ങളാണ്. ഗോലിയാത്ത് രാക്ഷസനാണ്. എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അതേ, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി
എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ദാവീദിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്തു വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോടും യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, എൻ്റെ തലമുറയുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, അവൻ്റെ തൊഴിലിന് വിരോധമായി, അവനിലൂടെ ഞാൻ അനുഭവിക്കേണ്ട നന്മയ്ക്കും സന്തോഷത്തിനും വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രുവിനോട്, ദുഷ്ട മനുഷ്യരോട്, കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യരോട് യുദ്ധം ചെയ്ത് അവരെ ഉയർത്തേണമേ, അവർക്ക് തൊഴിൽ നൽകണമേ, അവരുടെ വാഗ്ദത്തത്തിലേക്ക് അവരെ കരം പിടിച്ച് നടത്തണമേ. പ്രാർത്ഥിക്കുന്ന സഹോദരി, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും, തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി, വരുമാനത്തിന് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുകയാ. ഓ താങ്ക് ഗോഡ്. സഹോദരി പ്രാർത്ഥിക്കേ. നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷത്തിന് വിരോധമായി, നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നതിന് വിരോധമായി, നിന്നൊക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്നതിന് വിരോധമായി എതിരെ വരുന്ന ദുഷ്ട മനുഷ്യർ, കണ്ണിൽ ചോരയില്ലാത്ത, പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അവരും ഒരു സ്ത്രീയല്ലേ, പിന്നെ എങ്ങനെ എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു? പലതും പറഞ്ഞ് 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 നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റി നിൻ്റേതല്ലാത്തതാക്കി മാറ്റി. അല്ലേ സഹോദര? പലതും പറഞ്ഞ് പറഞ്ഞ് നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റി. ദുഷ്ട മനുഷ്യർ, മനസാക്ഷിയില്ലാത്തവർ, നീ കരയുന്നത് കണ്ടിട്ട് പോലും മനസാക്ഷിയില്ലാതെ ഉള്ളിൽ ചിരിക്കുന്നവർ അവിടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അമേൻ. നിന്റെ കുടുംബജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും സന്തോഷത്തിനും ആ സമാധാനത്തിനും വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രു, ആ ശത്രുവിനോട് നിനക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രാർത്ഥിക്കുക. ആ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്ത് മാറ്റേണ്ടവനെ മാറ്റി വിവാഹം നടത്തിയ കർത്താവ്. സ്തോത്രം. നിന്റെ കുടുംബജീവിതം സന്തോഷമായി ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ ഇടവരാത്ത വിധത്തിൽ എതിർത്ത് നിൽക്കുന്ന ചിലരെ മാറ്റിയിട്ട് നിനക്ക് വേണ്ടി ആമേൻ ആമേൻ നിന്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് ചേർത്ത് പണിയുക. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ദൈവമേ, ദാവീദിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്തു വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോടും യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിലേക്ക് കരം പിടിച്ചുയർത്തിയ കർത്താവേ, എൻ്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സന്തോഷിച്ച് ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നതിന് വിരോധമായി എഴുന്നു വരുന്ന ദുഷ്ട മനുഷ്യരോട്, കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത മാത്രം പ്രവർത്തിക്കുന്ന, തകർച്ചയിൽ ആനന്ദിക്കുന്ന മനുഷ്യരോട് നീ യുദ്ധം ചെയ്യണമേ, എൻ്റെ ദൈവം യുദ്ധം ചെയ്യുക. ആ വ്യക്തികളോട്, നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന ആ വ്യക്തികളോട് എൻ്റെ ദൈവം യുദ്ധം ചെയ്യുക. താങ്ക് ഗോഡ്. മാതാവേ, പ്രാർത്ഥിക്കും. നിന്റെ മക്കളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, ഉയർച്ച, ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നത്, പക്ഷേ ആ വിദ്യാഭ്യാസത്തെ പിശാച് തകർത്ത് കളയുന്നു, അവരെ പരാജയപ്പെടുത്തുന്നു. ആ മത്സര പരീക്ഷകൾ എഴുതിയെടുക്കുവാൻ കഴിയുന്നില്ല, വിസ കിട്ടുന്നില്ല, അവരെ ഒതുക്കി കൂട്ടുകയാണ്. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? താങ്ക് ഗോഡ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ ശത്രുവിനോട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തോട്, അമാനുഷികമായ ശക്തികളുള്ളവരോട് എൻ്റെ കർത്താവ് എതിർത്ത് നിൽക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, ദാവീദിൻ്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്ത് വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോട് യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, എൻ്റെ തലമുറകളുടെ വിശാലതയ്ക്ക് വിരോധമായി, അവരുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, രാജ്യങ്ങൾ അവർ കീഴടക്കുന്നതിന് വിരോധമായി എഴുന്നു നിൽക്കുന്ന ശത്രുവിനോട്, എനിക്ക് എതിർക്കുവാൻ കഴിയാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ട മനസ്സുള്ള ശത്രുവിനോട് എൻ്റെ കർത്താവേ, അങ്ങ് എതിർത്ത് നിൽക്കണമേ, അങ്ങ് യുദ്ധം ചെയ്യണമേ, എൻ്റെ തലമുറകൾ അങ്ങ് കരം പിടിച്ചുയർത്തണമേ, എൻ്റെ കണ്ണുനീരിൻ്റെ റിസൾട്ട് എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ആമേൻ ആമേൻ. ഒതുക്കപ്പെട്ട ചില തലമുറകൾ പുറത്തു വരിക. മാതാവേ, നിന്റെ തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. അവർക്ക് വേണ്ടി വഴി തുറക്കപ്പെടുക. ആ വിസ കയ്യിൽ കിട്ടുക, സ്റ്റാമ്പ് ചെയ്ത വിസ കയ്യിൽ കിട്ടുക. സ്തോത്രം. ആ അഡ്മിഷൻ കിട്ടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആമേൻ ആമേൻ. ഇവിടെ ദുഷ്ട മനുഷ്യനല്ല, ദുഷ്ട പിശാച് രോഗമെന്ന രൂപത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ രോഗിയാക്കി, സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ, മക്കളുടെ സന്തോഷം, കുടുംബത്തിൻ്റെ സന്തോഷം, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഒതുക്കി കളഞ്ഞു അല്ലേ, രോഗിയാക്കി, രോഗക്കിടക്കയിൽ കർത്താവ് യുദ്ധം ചെയ്യുക. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി എതിരെ വരുന്ന ആ രോഗാത്മാവിനോട് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കർത്താവ് തന്നെ സൗഖ്യമാക്കിയ താങ്ക് ഗോഡ്. ആ കടക്കാരിയാക്കി, കടക്കാരനാക്കി ഉയർച്ച ഉണ്ടാകേണ്ടതാ. ആ ബിസിനസ്, ആ സ്ഥാപനം. അല്ലേ സഹോദരൻ, നീ നല്ല ആലോചിച്ചല്ലേ തുടങ്ങിയത്? സഹോദരി, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, പക്ഷേ
എതിരെ വന്ന ചില ദുഷ്ട മനുഷ്യർ, നിനക്കൊപ്പം നിന്നവർ തന്നെ ദുഷ്ട മനുഷ്യരായി മാറി. അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല, അവര് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ആണോ? പറ്റാത്തവരാ. അവർക്ക് പേരുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. പക്ഷെ നിനക്കിതൊന്നുമില്ല. അയ്യോ, ബാധിക്കപ്പെട്ട് പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് അതല്ലേ അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല. കരയുക സഹോദര, ആ രാജ്യത്ത് നീ കരയുകയാ. പ്രാർത്ഥിക്കുക. നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി കഠിന ഹൃദയമുള്ള ദുഷ്ട മനസ്സുള്ളവർ കടന്നു വന്നു. അവരോട് യുദ്ധം ചെയ്യുവാൻ നിനക്ക് കഴിഞ്ഞില്ല. എൻ്റെ ദൈവം അവരോട് യുദ്ധം ചെയ്യും. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? തുടങ്ങാം. ദൈവമേ, ദാവീദിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്തു വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോടും യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, എൻ്റെ ബിസിനസ്സിന് വിരോധമായി, എൻ്റെ കടയ്ക്ക് വിരോധമായി, എൻ്റെ കച്ചവടത്തിന് വിരോധമായി, എൻ്റെ സ്ഥാപനത്തിന് വിരോധമായി പടയെടുത്തു വരുന്ന കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ട മനുഷ്യരോട് എതിർത്ത് അപ്പാ എൻ്റെ ബിസിനസ്സിനെ അങ്ങ് ഉയർത്തണമേ. നഷ്ടത്തിലായിരിക്കുന്ന എൻ്റെ ബിസിനസ്സിനെ ലാഭത്തിലാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ. നഷ്ടത്തിലായിപ്പോയ നിൻ്റെ ബിസിനസ് ലാഭത്തിലാകിയ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ വെല്ലുവിളി അഴിഞ്ഞു മാറുക. പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനം വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. നിങ്ങളുടെ ശത്രുവിനോട്, ആ ശത്രു മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, അതെ, അവരെ ജയിച്ച് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിങ്ങളെ എത്തിക്കും. ദാവീദിനെ തൻ്റെ രാജ്യത്വത്തിലേക്ക്, വാഗ്ദത്തം ചെയ്ത രാജ്യത്വത്തിലേക്ക് കരം പിടിച്ചു നടത്തിയ കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട്. അവൻ നിങ്ങളെ കരം പിടിച്ചു നടത്തും. അതെ, ആ വാഗ്ദത്തത്തിൽ ഉറപ്പിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന മറക്കണ്ട. ഈ പ്രാർത്ഥന ആയിരിക്കട്ടെ നിങ്ങളുടെ ആഹാരം, രാവും പകലും. എത്രത്തോളം ഈ പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ ഉരുവിടപ്പെടുന്നുവോ അത്രത്തോളം ശക്തനായ ശത്രു നിങ്ങളുടെ മുമ്പിൽ വീഴും. ഒരിക്കൽ കൂടി ആ പ്രാർത്ഥന ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വാക്യം ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17:47. ദാവീദിന്റെ ഉയർച്ചയ്ക്ക് വിരോധമായി പടയെടുത്ത് വന്ന അമാനുഷികനായ ഗോലിയാത്തിനോടും ഒപ്പമുള്ളവരോടും യുദ്ധം ചെയ്ത് ദാവീദിനെ ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, ഇങ്ങനെ പറഞ്ഞ് ദിവസനയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അല്ല, പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്നു, ഒത്തിരി പേർക്ക് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുക, അവരെയും പ്രാർത്ഥിപ്പിക്കുക. അവർക്ക് മുമ്പിലും വെല്ലുവിളി ഉയർത്തുന്ന ശത്രു, ദുഷ്ടൻ പരാജയപ്പെടട്ടെ. അവരും അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെടട്ടെ. അവർക്കൊപ്പമുള്ളവർ ആ ഉയർച്ച പ്രാപിക്കട്ടെ. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എത്തേണ്ട സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കും. അതുപോലെ എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീം പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു സഭാരാധന മിസ് ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഞങ്ങളുടെ സഭാരാധനയ്ക്കൊപ്പം ലൈവായി പങ്കുചേരുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇவ்விധത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ഒരു ആരാധന ഇല്ല, അങ്ങനെ ഒരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആ ഉയർച്ച പ്രാപിക്കാം. എന്നാൽ കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച ഇവരുടെ മേൽ എൻ്റെ ദൈവം അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കർത്താവേ. ഇവരുടെ ശത്രുവിനെ ഇന്ന് അങ്ങ് പരാജയപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അവർ കൺമുമ്പിൽ ശത്രുവിൻ്റെ പരാജയം കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഭയന്ന് പിന്മാറുന്നവരായിട്ടല്ല, പ്രാർത്ഥിച്ച് മുന്നേറുന്നവരായി ഇവരെ മാറ്റണമേ കർത്താവേ. ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. ആ രോഗാത്മാവ് വിട്ടുപോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ല ജോലികൾ നൽകണമേ കർത്താവേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. പല നിലകളിൽ ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടവർ, വിദേശ രാജ്യങ്ങളിൽ ബാധിക്കപ്പെട്ടവർ, വിസ പ്രോബ്ലങ്ങളിലായിരിക്കുന്നവർ, അപ്പോൾ ആ പരിഹാരം വരുത്തണമേ കർത്താവ്. വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ജോലിയില്ലാതെ ആയിരിക്കുന്നവർ ജോലി നൽകണമേ കർത്താവ്. മടങ്ങി വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അപ്പോൾ എല്ലാ വെല്ലുവിളികളും മാറട്ടെ. ഉയർച്ചയ്ക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി എഴുന്നു വരുന്ന ശത്രുവിനോട് എൻ്റെ കർത്താവേ അങ്ങ് എതിർത്ത് നിൽക്കണമേ. ആ ശത്രുവിനോട് യുദ്ധം ചെയ്ത് ഇവരെ അങ്ങ് ജയിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. അപ്പോൾ കടക്കാരെ അങ്ങ് വിടുവിക്കണമേ കർത്താവ്. പലിശ കടങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറട്ടെ. യേശോപ്പ അത്ഭുതം പ്രവർത്തിക്കപ്പ. എൻ്റെ കർത്താവേ അങ്ങ് മാനിക്കണമേ അപ്പച്ച. ഇവരോടങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ. തളർന്നു പോകുവാൻ, മടുത്തു പോകുവാൻ അനുവദിക്കരുത് കർത്താവ്. യേശുവേ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ. യേശോപ്പ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഒരുമിച്ച് പാർക്കട്ടെ കർത്താവ്. അവരെ തെറ്റിച്ച് കളയുന്ന സകല
വെല്ലുവിളികൾ അഴിയട്ടെ. അവരുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിന് വിരോധമായുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. പഠനത്തിനൊത്തുള്ള ജോലികൾ ലഭിക്കട്ടെ. അപ്പോൾ ആ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ ജയമുണ്ടാകട്ടെ കർത്താവ്. എല്ലാ പഠന വൈകല്യങ്ങളും മാറട്ടെ കർത്താവ്. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ ഉണ്ടാകട്ടെ. യേശുവപ്പാ അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവ്. തലമുറകളുടെ ബുദ്ധിമണ്ഡലത്തെ കെട്ടി വെല്ലുവിളിക്കുന്ന അച്ചടക്കവും അനുസരണമുള്ള അല്ലാത്തവരായി തലമുറകളെ മാറ്റുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ ദുരാത്മാവ് ഇപ്പോൾ വിട്ടുപോകട്ടെ. യെസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ ആമേൻ ആമേൻ. മക്കളെ പഠിപ്പിക്കുവാനുള്ളത് കരങ്ങൾ ലഭിക്കട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ എല്ലാ ദുശീലങ്ങളും മാറിപ്പോകട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കണമേ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കടകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവപ്പാ എതിരായി നിൽക്കുന്ന സകല ശത്രുവിനെ ജയിച്ച് ഇവരെ അങ്ങ് ഉയർത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതപന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.